الله وبركاته. الحمد لله والصلاة والسلام على أشرف رسول الله وعلى آله وأصحابه الفائزين بإذن الله. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. واجعل لي لسان صدق في الآخرين. صدق الله مولانا العلي العظيم. صدق وبلغ رسوله النبي الكريم. ونحن على ذلك من الشاهدين والشاكرين. والحمد لله رب العالمين. أحب الصالحين ولست منهم لعلي أن أنال بهم شفاعة. ഏറ്റവും ആദരണീയരായ പണ്ഡിത സുഹൃത്തുക്കളെ, മറ്റ് സുന്നത്തു ജമാഅത്തിൻ്റെ കർമ്മോത്സുകരായ പ്രവർത്തകരെ, മുഹബ്ബീനെ, കാരുണ്യവാനായ അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ ഇഷ്ടപ്പെട്ട മഹാന്മാരുടെ പേരിലുള്ള ഈ സംഗമം ഒരു സ്വാലിഹായ അമലായി സ്വീകരിക്കുമാറാകട്ടെ. വിശാലമായ ഒരു പ്രഭാഷണത്തിൻ്റെ സമയമല്ല, വേദിയുമല്ല എന്ന് എന്നെപ്പോലെ നിങ്ങൾക്കെല്ലാവർക്കും അറിയാം. അത്യാവശ്യം ഉസ്താദിനെ കുറിച്ചുള്ള ചുരുങ്ങിയ വചനങ്ങളാണെങ്കിലും ഉസ്താദിൻ്റെ ആ ഒരു വ്യക്തിത്വത്തെക്കുറിച്ച് ഷാഫി മഹദരി ഉസ്താദ് അവറുകൾ നമ്മുടെ മുന്നിൽ അവതരിപ്പിച്ചു. നാം ഇവിടെ പങ്കെടുത്തത് ഹബീബായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ച ഒരു ഹദീസിൻ്റെയും കൂടി അടിസ്ഥാനത്തിലാണ്. അവിടുന്ന് മദീന പള്ളിയിൽ സ്വഹാബത്തിന് ദർസ് എടുത്തുകൊണ്ടിരിക്കുമ്പോൾ സഹാബികളിൽപ്പെട്ട ഒരു മുതഅല്ലിം എഴുന്നേറ്റ് ചോദിച്ചു, മത്തസ്സാഅതു യാ റസൂലല്ലാഹ്, ഹബീബായ നബിയെ, എപ്പോഴാണ് അന്ത്യദിനം? ഖിയാമത്ത് നാൾ എന്നാണ് നബിയെ? ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അപ്പോൾ മറുപടിയൊന്നും പറഞ്ഞില്ല. ദർസ് തുടർന്നുകൊണ്ടിരുന്നു. ദർസ് അവസാനിച്ചപ്പോൾ ഹബീബായ നബി തങ്ങൾ ചോദിച്ചു, മനിസ്സാഇൽ, ഇടയ്ക്ക് എഴുന്നേറ്റ് നിന്ന് ഒരു ചോദ്യം ചോദിച്ച ഒരാളുണ്ടല്ലോ, അതാരാണ്? അപ്പോൾ ആ സ്വഹാബി വീണ്ടും എഴുന്നേറ്റ് നിന്നിട്ട് പറഞ്ഞു, അന യാ റസൂലല്ലാഹ്, ഞാനാണ് നബി. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഖിയാമത്ത് നാൾ, അന്ത്യദിനം എന്നാണ് എന്ന് ചോദിച്ച ഒരാളോട് തിരിച്ചൊരു ചോദ്യമാണ് ചോദിച്ചത്. അതിൻ്റെ ഉത്തരമായിട്ട്, മസ്തഅത്തലോ, നീ എന്താണ് അതിനു വേണ്ടി തയ്യാർ ചെയ്തു വച്ചിരിക്കുന്നത്? ഖിയാമത്ത് നാളല്ലേ ചോദിച്ചത്. അവിടെ ഒരുപാട് പ്രതിസന്ധികൾ നമുക്ക് തരണം ചെയ്യേണ്ട വല്ലാത്ത ഒരു നാളാണ്. അതിന് നിന്റെ കയ്യിൽ എന്തുണ്ട് വിഭവം? ആ സമയത്ത് ആ സ്വഹാബി പറഞ്ഞു, കൂടുതൽ നിസ്കരിച്ചതോ നോമ്പെടുത്തതോ ഇബാദത്തോ ഒന്നും നമ്മുടെ കയ്യിലില്ല. ഒന്നുണ്ട് നബിയെ, മഹബ്ബത്തുല്ലാഹി വ റസൂലിഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. കൂടുതൽ ഇബാദത്തൊന്നും ഇല്ല എങ്കിലും എൻ്റെ ഖൽബിൽ അല്ലാഹുവിനെയും അവിടുത്തെ റസൂലാകുന്ന അങ്ങയെയും സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഞാൻ എൻ്റെ നഫ്സിനേക്കാൾ മഹബ്ബത്ത് വെക്കുന്നുണ്ട്, ഇഷ്ടപ്പെടുന്നുണ്ട്, സ്നേഹിക്കുന്നുണ്ട്. ആ സമയത്ത് ഹബീബ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആ സമയത്ത് പറഞ്ഞ ഒരു വചനമാണ്, അന്ത മഅ മൻ അഹ്ബബ്ത, നീ ആരെയാണോ ആത്മാർത്ഥമായി മഹബ്ബത്ത് വെക്കുന്നത് അവരോടൊപ്പമായിരിക്കും നാളെ അല്ലാഹു നിന്നെ കൊണ്ടുവരിക. ഹദീസുകളിൽ കാണാം, സ്വഹാബത്തിന് അന്നുണ്ടായ സന്തോഷം പോലെ അതിനു മുമ്പും ശേഷവും ഉണ്ടായിട്ടില്ല. കാരണം സ്വഹാബത്തിനൊക്കെ
100% ഉറപ്പാണ്. അവർ അവരുടെ നഫ്സിനേക്കാൾ മഹബത്ത് വെക്കുന്നത് ഹബീബ് മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെയാണ്. അപ്പൊ ആ ഹബീബിനോടൊപ്പമായിരിക്കും ഞങ്ങൾ എന്ന് ഉറപ്പിച്ചു അവർ. അതാണ് ആ സന്തോഷത്തിന്റെ കാര്യം. ആ രൂപത്തിൽ മഹബത്ത് വെക്കാൻ ഹബീബായ നബി തങ്ങൾ പറഞ്ഞ കൂട്ടത്തിൽ പെട്ടവരാണ് അള്ളാഹുവിന്റെ ഹബീബിന്റെ അനന്തരാവകാശികളാകുന്ന കുടുംബക്കാരാകുന്ന സയ്യിദുമാർ, തങ്ങന്മാർ. അതുപോലെ ഹബീബിന്റെ അനന്തരാവകാശികളാകുന്ന ആലിമുകൾ, പണ്ഡിതന്മാർ. അവരെ മഹബത്ത് വെക്കണം. ഒരു ആലിമിന്റെ മുഖത്ത് ഇങ്ങനെ നോക്കിയിരിക്കൽ ഇബാദത്താണെന്ന് മുഹമ്മദ് മുസ്തഫ. ഒരാലിമിന്റെ മുഖത്ത് ഇങ്ങനെ നോക്കിയിരുന്നാൽ അതാ മഹബത്തിന്റെ പ്രതിഫലമാണ് അള്ളാഹു കൊടുക്കുന്നത്, ഇബാദത്താക്കി കൊടുക്കുന്നത്. ആ രൂപത്തിൽ തമിഴ്നാട്ടിൽ എല്ലാവരുടെ ഹൃദയത്തിലും ഇടം പിടിച്ച, ഒരിക്കലും മായ്ച്ചു കളയാൻ പറ്റാത്ത രൂപത്തിലുള്ള വ്യക്തിപ്രഭാവമായിരുന്നു ശൈഖുന കലന്തർ മസ്താൻ ഖദ്ദസുല്ലാഹു സിർറഹുൽ അസീസ്. പണ്ഡിതന്മാരായ ആയിരക്കണക്കിന് ആളുകളെ ഈ സമൂഹത്തിന് സമ്മാനിച്ചവരാണ്. അവർക്ക് ആവശ്യമായ എല്ലാ ഇൽമുകളും പറഞ്ഞു കൊടുത്ത് ഒരാലിം എങ്ങനെയായിരിക്കണം ഇവിടെ ജീവിക്കേണ്ടത് എന്നതിൻ്റെ നല്ലൊരു ഉദാഹരണമാണ് കലന്തർ റഹ്മാനി ഖദ്ദസുല്ലാഹു സിർറഹുൽ അസീസ്. പണ്ഡിതൻ എങ്ങനെയായിരിക്കും? മഹാനവറുകളെ ആ ലളിതമായ സ്വഭാവത്തെ കുറിച്ച് നേരത്തെ ഇവിടെ പറഞ്ഞു. അതൊരു ആലിമിനുണ്ടാകേണ്ട നല്ല ഗുണമാണ്. ജനങ്ങളോട് സംവദിക്കുമ്പോൾ, അവർ വരുമ്പോൾ അവർ ഒരിക്കലും മറക്കാത്ത രൂപത്തിലുള്ള, 2 മിനിറ്റാണ് സംസാരിച്ചതെങ്കിലും ഒരിക്കലും മറക്കാത്ത രൂപത്തിലുള്ള ഒരു ടച്ചിങ് ആ ഹൃദയത്തിൽ ഉണ്ടാക്കി കൊടുക്കാൻ കലന്തർ മസ്താന്റെ ആ ഇടപെടൽ എല്ലാവർക്കും സാധിച്ചു എന്നതാണ്. പിന്നെ മറക്കാൻ കഴിയില്ല. അത്രത്തോളം ഹൃദയം അടുത്തുകൊണ്ടുള്ള ഇടപെടലുകളും സ്നേഹവും കരുണയും സതുപദേശങ്ങളും ഒക്കെ നൽകിയ ആ മഹാവ്യക്തിത്വമാണ്. അത് നമ്മൾ പഠിക്കേണ്ടതും ജീവിതത്തിൽ പകർത്തേണ്ടതുമാണ്. പക്ഷേ ഈ സ്നേഹവും കരുണയുമെല്ലാം ആ ഹൃദയത്തിൽ നിറഞ്ഞു നിന്നെങ്കിലും ഇസ്ലാമിന് വിരുദ്ധമായ, ശരീഅത്തിന് വിരുദ്ധമായ എന്തെങ്കിലും ഒന്ന് അവിടുത്തെ അരിമ മക്കളെ പോലെ നോക്കിയ ശിഷ്യന്മാരിൽ കണ്ടാൽ അപ്പോൾ സിംഹഗർജനം പോലെയാണ് അവിടുത്തെ ഇടപെടൽ. അതിനനുവദിക്കില്ല. സുന്നത്ത് ജമാഅത്ത് കടുകട്ടിയായിട്ട് ഈ സമുദായത്തിന് പഠിപ്പിച്ച വ്യക്തിത്വമായി. തമിഴ്നാട്ടിൽ ബിദ്ഈ പ്രസ്ഥാനത്തിന് ശൈഖുന കലന്തർ മസ്താൻ എന്നും ഒരു പേടി സ്വപ്നമാണ്. ഹദീസുകളും ഖുർആനുകളും മഹാന്മാരുടെ, പണ്ഡിതന്മാരുടെ വചനങ്ങളും എടുത്തു വെച്ചുകൊണ്ട് ബിദ്ഈ പ്രസ്ഥാനത്തിന്റെ ആളുകളെ ഇരുത്തേണ്ടിടത്ത് ഇരുത്തുന്ന ആ നല്ല ഒരു ശൈലി നമുക്കിന്നും മറക്കാൻ കഴിയില്ല. ആ രൂപത്തിൽ വലിയ പണ്ഡിതനായിരുന്നു, പ്രഭാഷകനായിരുന്നു, എഴുത്തുകാരനായിരുന്നു. അതിന്റെ കൂട്ടത്തിൽ രാഷ്ട്രീയ നേതാക്കന്മാരോടൊപ്പം വലിയ ബന്ധവും സ്ഥാപിച്ച ആളാണ്. ഹദറയിൽ പഠിച്ചവർക്കറിയാം, തമിഴ്നാട്ടിലെ വലിയ വലിയ മന്ത്രിമാരും രാഷ്ട്രീയ നേതാക്കളും കലന്തർ മസ്താന്റെ റൂമിൽ വന്നിരിക്കുന്നത് കാണാം. അവരുമായിട്ടും ബന്ധം വേണം, എന്നാലേ നമുക്ക് നമ്മുടെ കാര്യങ്ങൾ ഇവിടെ കൊണ്ടുപോകാൻ കഴിയും. ഈ രാഷ്ട്രീയ ബന്ധത്തിലും ദർസി ബന്ധത്തിലും സംവാദ ബന്ധങ്ങളിലും എല്ലാം മുഴുകുന്നതിന്റെ ഇടയിൽ എത്രയോ തരീഖത്തിന്റെ മശായിഖന്മാരുമായിട്ടുള്ള വലിയ ബന്ധമാണ് ബഹുമാനപ്പെട്ട ശൈഖുന കലന്തർ മസ്താൻ വെച്ചു പുലർത്തിയത്.
നമുക്കറിയാം അവിടുത്തെ നടത്തത്തിലും ദിക്റാണ്, ഇരുത്തത്തിലും ദിക്റാണ്. നേരത്തെ പറഞ്ഞില്ലേ, ഔദുല്ലാദം തങ്ങളെ ഖൽബിൽ അങ്ങേയറ്റം മഹബ്ബത്ത് വെച്ച വ്യക്തിത്വമാണ്. ആ നാമം കേൾക്കുമ്പോൾ, അവിടുത്തെ ഖാദിരിയ റാത്തിബിന്റെ മജ്‌ലിസിൽ ഇരിക്കുമ്പോൾ ശൈഖുനാടെ കണ്ണിൽ നിന്ന് കണ്ണീര് വരുന്നത് ആ മഹബ്ബത്തിന്റെ പേരിൽ. ഈ രൂപത്തിൽ ദർസി രംഗത്തും കിതാബ് രംഗത്തും രാഷ്ട്രീയ രംഗത്തും സാധാരണക്കാരോടും എല്ലാം ഇടപെടുന്നതിന്റെ കൂട്ടത്തിൽ ഒരു ഇബാദത്തിനും കോട്ടം വരുത്തില്ല, ഒരു സുന്നത്ത് നിസ്കാരത്തിനും കോട്ടം വരൂല്ല, ഒരു ഔറാദുകൾക്കും അവിടെ വിഘ്നം സംഭവിക്കില്ല. ഈ രൂപത്തിലൊക്കെ കൊണ്ടുപോകാൻ അല്ലാഹു വലിയ ഫള് നൽകിയവർക്ക് മാത്രമേ കഴിയൂ. അത് അല്ലാഹുവിന്റെ വലിയൊരു ഔദാര്യമാണ്. മശായിഖന്മാരുമായിട്ടുള്ള ബന്ധവും രാഷ്ട്രീയ നേതാക്കന്മാരുമായിട്ടുള്ള ബന്ധവും അവിടെ വരുന്ന സാധാരണക്കാരിൽ സാധാരണക്കാരുമായിട്ടുള്ള ബന്ധവും ഈ രൂപത്തിലെല്ലാ ബന്ധങ്ങളും വെച്ച് പുലർത്തി നമുക്ക് മാതൃകയായ ഒരു ജീവിതം നയിച്ച് ഈ ലോകത്തോട് വിട പറഞ്ഞു പോയ ശൈഖുനായ മഹബ്ബത്ത് വെച്ചിട്ടാണ് ഇവിടെ വന്നത്. ആ മഹബ്ബത്തിന്റെ പേരിലെങ്കിലും ഹബീബായ നബി തങ്ങൾ പഠിപ്പിച്ചതുപോലെ നമ്മളൊന്നും വലിയ ആളുകളല്ല, നമ്മളെ കയ്യിലൊന്നും വലിയ ഇബാദത്തില്ല, നമ്മളിങ്ങനെ പടമായിട്ട് പോവുകയാണ്. പക്ഷേ ഒന്നുണ്ട്, അല്ലാഹു ഇഷ്ടപ്പെട്ട മാർഗത്തിൽ ജീവിച്ച ആലിമീങ്ങളെ നമ്മൾ മഹബ്ബത്ത് വെക്കുന്നു. ആ മഹബ്ബത്തിന്റെ പേരിലാണ് മഹദരിമാരായ നമ്മളൊക്കെ വർഷങ്ങളോളമായി അതേ ആ ഉസ്താദിന്റെ അനുസ്മരണങ്ങളും ഉസ്താദിന്റെ പേരിൽ ദാനധർമ്മങ്ങളും ഒക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. വെറും പണ്ഡിതൻ എന്ന നിലയിൽ മാത്രമല്ല ഞങ്ങളെ ബന്ധം, ആ ഗുരുവിന്റെ മുന്നിൽ ഇരുന്ന് ഒരുപാട് ഇൽമുകൾ പഠിക്കാൻ അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകിയിട്ടുണ്ട്. ഓരോ ഹദീസുകൾ പറഞ്ഞ് അതിന്റെ ലഫ്ളുകൾ ഹല്ലഴിച്ച് വിശദീകരിക്കുന്ന ആ ഒരു നല്ല രംഗം ശൈഖുനായുടെ ഒരു പ്രത്യേകതയാണ്. അവിടുന്ന് വരുന്ന വചനങ്ങളൊക്കെ ഹൃദയത്തിൽ നമുക്ക് കൊത്തിവെച്ചാൽ അത് കൊത്തിവെച്ചതുപോലെയാണ്, ഇവിടെ മറക്കില്ല. അവിടുത്തെ അവതരണം അങ്ങനെ അല്ലാഹു അവിടുത്തെ ഖബർ വെളിച്ചമാക്കി കൊടുക്കട്ടെ, ദറജ അല്ലാഹു ഏറ്റിക്കൊടുക്കട്ടെ. ഇമാമിനെ ശാഫിഈ റളിയല്ലാഹു അൻഹു പറഞ്ഞ വചനം കൂടി പറഞ്ഞ് ഞാൻ എൻ്റെ ചെറുവാക്കുകളോട് അവസാനിപ്പിക്കുകയാണ്. ശാഫി ഇമാം ആരാണ്? സയ്യിദാണ്, റസൂലുള്ളാഹിയുടെ കുടുംബത്തിൽപ്പെട്ട ആളാണ്, വലിയ ഇൽമിന്റെ ഉടമയാണ്, മാഷാ അല്ലാഹ് ഒരു മദ്ഹബിന്റെ ഇമാമാണ്. നമ്മൾ ഇന്ന് മഗ്‌രിബ് നമസ്കരിച്ചത് ശാഫി ഇമാം കാണിച്ചു തന്ന ആ പൂപ്പടം നോക്കിയിട്ടാണ്. കൈയിട്ടേണ്ടത് എങ്ങനെ, ഉയർത്തേണ്ടത് എങ്ങനെ, താഴ്ത്തേണ്ടത് എങ്ങനെ, കാല് വെക്കേണ്ടത് എങ്ങനെ, മാനവർകൾ വരച്ചു തന്ന റൂട്ടിലൂടെയാണ് നമ്മുടെ ഇബാദത്തുകൾ നമ്മൾ ക്രമീകരിക്കുന്നത്. അത്രയും വലിയ മഹാൻ പറഞ്ഞു, ഞാൻ സ്വാലിഹീങ്ങളെ ഇഷ്ടപ്പെടുകയാണ്, ഞാൻ സ്വാലിഹീങ്ങളെ ഇഷ്ടപ്പെടുകയാണ്. ഞാൻ സ്വാലിഹൊന്നും അല്ല. ഷഫീമാവിന്റെ വചനമാണ്. ഞാൻ സ്വാലിഹില്ല, പക്ഷെ സ്വാലിഹീങ്ങളെ ഞാൻ വലിയ ഇഷ്ടമാണ്. നാളെ അവരുടെ ശഫാഅത്താണ് ഞാൻ ആഗ്രഹിക്കുന്നത് എന്ന് ശാഫി ഇമാം റളിയല്ലാഹു അൻഹു പഠിപ്പിച്ചതുപോലെ സാധുക്കളായ ഞങ്ങളും ആ വലിയ മഹാന്മാരെ മഹബ്ബത്ത് വെക്കുന്നു. കാരണം അവിടുത്തെ ശഫാഅത്ത് അവരുടെ റഖമന്റിലെങ്കിലും നമുക്ക് നാളെ സ്വർഗം കിട്ടണം. അല്ലാഹു ഈ സദസ്സതിന്റെ കബൂലാക്കുമാറാകട്ടെ, അതിന്റെ സബബായി സ്വീകരിക്കുമാറാകട്ടെ. വാഹു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.